പാകിസ്ഥാൻ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം നടത്തിയത് ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ചയാവുകയാണ്. നമുക്കറിയാം, അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഒരു മധ്യസ്ഥ ശ്രമം, ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ഒരു മധ്യസ്ഥ ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായിരുന്നു. രണ്ടോളം ചർച്ചകൾക്ക് അവർ കാർമ്മികത്വം വഹിക്കാൻ ശ്രമിച്ചു. ഒരു ചർച്ച നടന്നു, രണ്ടാമത്തെ ചർച്ച പരാജയപ്പെട്ടു. ഇതിനിടയിൽ ഇറാനുമായി ഒരു ഡീലിന് പോയിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ്. 6 വ്യാപാര പാതകൾ, അതും കരമാർഗമുള്ള 6 വ്യാപാര പാതകൾ ഇറാനു വേണ്ടി അവർ തുറന്നിട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നുണ്ട്. ഇത് ഉപരോധം, ഇറാനെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം പൊളിക്കാൻ ഇടയാകും എന്നുള്ള വിമർശനമാണ് ഉയരുന്നത് അമേരിക്കയിലടക്കം. നമുക്കറിയാം, കടൽ മാർഗമുള്ള ഉപരോധം ഇറാനെതിരെയുണ്ട്. കരമാർഗം പാകിസ്ഥാന്റെ വഴികളിലൂടെ ഇറാന് ലോകരാജ്യങ്ങളിലേക്ക് അവരുടെ എണ്ണയും മറ്റ് സാധന സാമഗ്രികളുമൊക്കെ എത്തിക്കാൻ കഴിഞ്ഞാൽ അവർക്കൊരു വലിയ ഗുണം ചെയ്യും. ഈ ഉപരോധത്തിൽ രക്ഷപ്പെടാനും സാമ്പത്തികമായി മെച്ചപ്പെടാനും അവർക്ക് സാധിക്കും. അങ്ങനെ 6 പുതിയ കരവ്യാപാര പാതകൾ ഇറാനു വേണ്ടി പാകിസ്ഥാൻ തുറന്നു കൊടുത്തത് ട്രംപിനെ ചില്ലറയൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. അതായത് അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുക, പക്ഷേ ഇറാനെ സഹായിക്കുക എന്ന ഇരട്ടത്താപ്പ് എങ്ങനെ അമേരിക്ക കാണും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇറാൻ ചില്ലറ ആശ്വാസമല്ല നൽകുന്നത്. ഈ പുതിയ പാതകളിലൂടെ ഇറാന്റെ ചരക്കുകൾ ലോക വിപണിയിലെത്തും. ഇതാണ് പാകിസ്ഥാൻ ഇറാൻ നൽകിയ സമ്മാനവും അമേരിക്കയ്ക്ക് നൽകിയ മുട്ടൻ പണിയും. ഇത് എങ്ങനെ സാധിച്ചു എന്നുള്ളതല്ലേ അജയ്? കാരണം ഇറാന്റെ എണ്ണ പാകിസ്ഥാന് വേണം. എണ്ണ വിലയൊക്കെ അവിടെ തീ വിലയായി മാറിയ പശ്ചാത്തലമുണ്ട്. അതുകൂടി അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഇറാനെ പിണക്കാതിരിക്കുക, അമേരിക്കയെ ഒപ്പം നിർത്തുക എന്ന ദ്വിമുഖ തന്ത്രം അവർ ഫലപ്രദമായി ഉപയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കാമോ? രഞ്ജിത്ത്, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചത് മുതൽ അവർ ഏറ്റവും വലിയ ഒരു പുലിവാലായിട്ട് കാണുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ എന്നുള്ള ഒരു വലിയ ശക്തി അവരുടെ തൊട്ടടുത്തുള്ളപ്പോൾ അവരെ പ്രതിരോധിക്കാനായിട്ട് ആരെയൊക്കെ കൂടെ നിർത്താമോ അതിനായിട്ടൊക്കെയുള്ള ശ്രമങ്ങൾ അവർ ചരിത്രപരമായിട്ട് തന്നെ നടത്തി വന്നിരുന്നു. അമേരിക്കയെ ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലും അവർ കൂടെ നിർത്തിയിരുന്നു. അതുപോലെ തൊട്ടടുത്ത് കിടക്കുന്ന പല ഇസ്ലാമിക രാജ്യങ്ങളെയും പാകിസ്ഥാനോടൊപ്പം നിർത്തി ഇന്ത്യയെ ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമങ്ങളും അവർ മുൻപ് നടത്തിയിരുന്നു. എന്നാൽ ഇറാന്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. കാരണം തുർക്കിയെ പോലെ പാകിസ്ഥാനെ കണ്ണുമടച്ച് പിന്തുണയ്ക്കുന്ന രാജ്യമല്ല ഇറാൻ. അവർക്ക് ചരിത്രപരമായി തന്നെ കൂടുതൽ അടുപ്പം ഇന്ത്യയോടാണ്.